യു എയിൽ വിസിറ്റിന് വന്നിട്ട് നാട്ടിലേക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാത്തവരായിട്ട് ആരാ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റിയാലോ? അതാണ് വാറ്റ് റീഫണ്ട് സ്കീം ഫോർ ടൂറിസ്റ്റ് ഇൻ യു എ. ഫെഡറൽ ടാക്സ് അതോറിറ്റി ഈ സംവിധാനം 2018 നവംബറിൽ അവതരിപ്പിച്ചതാണ്. നിങ്ങളൊരു ടൂറിസ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും യു എയിൽ വിസിറ്റിന് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. നമ്മൾ ടാക്സ് റീഫണ്ട് സ്കീമിൽ രജിസ്റ്റർ ചെയ്ത റീറ്റെയിലേഴ്സിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ വാങ്ങുന്ന വ്യക്തിക്ക് കിട്ടുന്ന വാറ്റ് എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. പ്ലാനറ്റ് എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡറിനെയാണ് യു എയിലെ ടാക്സ് റീഫണ്ട് സ്കീമിൻ്റെ എക്സ്ക്ലൂസീവ് ഓപ്പറേറ്ററായി FTA നിയോഗിച്ചിരിക്കുന്നത്. ഏകദേശം എല്ലാ പോപ്പുലർ സ്റ്റോഴ്സും ഇപ്പറഞ്ഞ സ്കീമിൽ രജിസ്റ്റേർഡ് ആണ്. എങ്ങനെ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് നടത്താം? കടകളിൽ നിന്നും മിനിമം 250 ദിർഹം വാല്യൂ ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ടാക്സ് ഫ്രീ പർച്ചേസ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ടൂറിസ്റ്റ് അവരുടെ വാലിഡ് പാസ്പോർട്ട് അതുമല്ലെങ്കിൽ വാലിഡ് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാൻ കൊടുക്കേണ്ടതാണ് ഈ പ്രോസസ്സിന് വേണ്ടി. ഷോപ്പ് അസിസ്റ്റൻസ് ഡോക്യുമെൻറ്റ്സിലുള്ള ഡീറ്റെയിൽസ് പ്ലാനറ്റ് സിസ്റ്റത്തിലേക്ക് ക്യാപ്ചർ ചെയ്യും. അതുവഴി ടാക്സ് ഫ്രീ ടാഗ് ജനറേറ്റ് ചെയ്ത് അത് ടാക്സ് ഇൻവോയ്സിൽ പ്രിൻറ്റ് ചെയ്തു തരികയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ടാക്സ് ഇൻവോയ്സ് ഇമെയിൽ വഴി ലഭ്യമാക്കുകയോ ചെയ്യും. ലഭ്യമായിരിക്കുന്ന ഇൻവോയ്സിൽ തന്നിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നടത്തിയിരിക്കുന്ന ടാക്സ് റീഫണ്ടബിൾ ട്രാൻസാക്ഷൻ ഷോപ്പർ പോർട്ടൽ വഴി ട്രാക്ക് ചെയ്യുകയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മേടിച്ച സാധനങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ യു എയിൽ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വക സാധനങ്ങൾ യു എയിൽ നിന്ന് പോകുന്ന ടൈമിൽ ടൂറിസ്റ്റിൻ്റെ കയ്യിൽ ഫിസിക്കലി ഇല്ലാതെ വരികയോ ചെയ്യുന്ന പക്ഷം റീഫണ്ട് ഇനെലിജിബിൾ ആകും. ടാക്സ് റീഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു നിബന്ധനകൾ: ടൂറിസ്റ്റ് 18 വയസ്സെങ്കിലും ഉള്ളയാളായിരിക്കണം. റീഫണ്ട് സ്കീമിൽ നിന്നും FTA സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ആക്കാത്ത ഗുഡ്സ് ആയിരിക്കണം കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ടൂറിസ്റ്റിൻ്റെ കയ്യിൽ ടാക്സ് ഇൻവോയ്സ്, ടാക്സ് ഫ്രീ ടാക്സ് കൂടാതെ മേടിച്ച ഗുഡ്സ് ഫിസിക്കലി അവൈലബിൾ ആയിരിക്കണം. എങ്ങനെയാണ് ടാക്സ് റീഫണ്ട് പ്രോസസ്സ് ചെയ്യേണ്ടത്? ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായി ടൂറിസ്റ്റ് അവർ മേടിച്ച ഗുഡ്സും ടാഗ്ഡ് ടാക്സ് ഇൻവോയ്സുമായി പ്ലാനറ്റിൻ്റെ വാലിഡേഷൻ പോയിന്റിൽ എത്തിച്ചേരുക. സെൽഫ് സർവീസ് കിയോസ്ക് യൂസ് ചെയ്യുന്നവർ പാസ്പോർട്ട് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ വാലിഡേഷൻ ഡെസ്കിനെ സമീപിച്ചാൽ പ്ലാനറ്റ് സ്റ്റാഫ്സിൻ്റെ സഹായത്തോടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാവുന്നതാണ്. സെൽഫ് സർവീസ് കിയോസ്കിൽ കൂടെ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വാലിഡേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യുക. പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം റെഡ് ലൈറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അടുത്തുള്ള പ്ലാനറ്റ് സ്റ്റാഫ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന പ്രോസസ്സ് ഫിനിഷ് ചെയ്യുക. വാലിഡേഷൻ പ്രോസസ്സിന് ശേഷം പ്രിഫേർഡ് റീഫണ്ട് മെത്തേഡ് സെലക്ട് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള റീഫണ്ട് മെത്തേഡ്സ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ ക്യാഷ് പേയ്മെൻറ്റ് ഓർ WeChat ആപ്ലിക്കേഷൻസ് ആണ്. ക്യാഷ് റീഫണ്ട് മെത്തേഡിൽ ലഭ്യമാകുന്ന മാക്സിമം എമൗണ്ട് 35,000 ദിർഹമാണ്. ഇതിന് മുകളിലേക്കുള്ള എമൗണ്ടാണ് ഒരു ടൂറിസ്റ്റ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നൽകണം. അതുപോലെ മേടിച്ച ഗുഡ്സ് 90 ഡേയ്സ് ഓഫ് പർച്ചേസിനുള്ളിൽ യു എയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ റീഫണ്ട് സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റൂ. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേ ചെയ്ത വാറ്റിൻ്റെ 85% മാത്രമേ റീഫണ്ടിന് അവൈലബിൾ ആവുകയുള്ളൂ. അതിന് പുറമെ 4.8 ദിർഹം പെർ ടാക്സ് ഫ്രീ ടാഗ് അഡ്മിൻ ചാർജായി കട്ട് ചെയ്യപ്പെടുകയും ചെയ്യും.